ഹലോ ഗൈസ്, വെൽക്കം ടു മേക്ക് സ്റ്റുഡിയോ. അപ്പോൾ ത്രില്ലർ പോരാട്ടം ജയിച്ചുകൊണ്ട് IPL 2024 ആവേശ തുടക്കം കുറിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൻ്റെ രാജസ്ഥാൻ റോയൽസ്. ഇന്ന് വൈകിട്ട് നടന്ന പോരാട്ടത്തിൽ KL രാഹുൽ നയിച്ച ലക്നൗ സൂപ്പർ ജയൻസിനെ 20 റൺസിനായിരുന്നു അവസാന ബോൾ വരെ നീണ്ട ത്രില്ലറിൽ രാജസ്ഥാൻ റോയൽസ് പരാജയപ്പെടുത്തിയത്. ജയ്പൂർ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ പതിവ് പോലെ ടോസ് നേടിയ സഞ്ജു സാംസൺ ഇന്ന് ബാറ്റിംഗ് തിരഞ്ഞെടുക്കുകയായിരുന്നു. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത രാജസ്ഥാൻ റോയൽസ് 20 ഓവറിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 193 റൺസ് എടുത്തപ്പോൾ മറുപടി ബാറ്റിംഗിന് ഇറങ്ങിയ ലക്നൗ സൂപ്പർ ജയൻസിന് 173 റൺസ് എടുക്കാൻ സാധിച്ചിട്ടുള്ളൂ. 20 റൺസിലായിരുന്നു സഞ്ജു സാംസൻ്റെ രാജസ്ഥാൻ റോയൽസിൻ്റെ വിജയം. ടോസ് നേടി ബാറ്റിംഗ് തിരഞ്ഞെടുത്ത രാജസ്ഥാൻ്റെ തുടക്കം അല്പം മോശമായിരുന്നു. നല്ല രീതിയിൽ തുടങ്ങിയ യശസ്വി ജയ്സ്വാൾ 12 പന്തിൽ 24 റൺസിനും ജോസ് ബട്ട്ലർ 9 പന്തിൽ 11 റൺസിനെടുത്ത് പുറത്തായിട്ടുമ്പോൾ ക്യാപ്റ്റൻ സഞ്ജു സാംസൻ്റെ മികച്ച അർദ്ധ സെഞ്ചുറിയാണ് രാജസ്ഥാൻ റോയൽസിനെ 194 എന്നൊരു കൂറ്റൻ സ്കോറിലേക്ക് എത്തിച്ചത്. അതും ജയ്പൂരിലെ ബാറ്റിംഗ് ദുഷ്കരമായ സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ പിച്ചിൽ സഞ്ജു സാംസൻ്റെ ക്ലാസ് ഇന്നിങ്സ് തന്നെയായിരുന്നു ഇന്ന് രാജസ്ഥാൻ റോയൽസിൻ്റെ ആരാധകർക്ക് വിരുന്നൊരുക്കിയത്. 52 പന്തിൽ 3 ഫോറും 6 സിക്സും ഉൾപ്പെടെ 157.6 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു പുറത്താവാതെയുള്ള സഞ്ജു സാംസൻ്റെ 82 റൺസ്. ഒപ്പം നമുക്കറിയാം, കഴിഞ്ഞ സീസണിൽ ഏറെ വിമർശനങ്ങൾ നേരിട്ടൊരു താരം തന്നെയായിരുന്നു രാജസ്ഥാൻ റോയൽസിൻ്റെ റിയാൻ പരാഗ്. എന്നാൽ ഇക്കഴിഞ്ഞ അന്താരാഷ്ട്ര ക്രിക്കറ്റിലൊക്കെ ആസാമിന് വേണ്ടി വളരെ മികച്ച പ്രകടനം പുറത്തെടുത്ത റിയാൻ പരാഗ് തൻ്റെ ആ ഒരു ഫോം ഇന്നത്തെ മത്സരത്തിലും കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. 29 പന്തിൽ 1 ഫോറും 3 സിക്സും ഉൾപ്പെടെ 148 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു റിയാൻ പരാഗ് 43 റൺസ് എടുത്തത്. ഷിമറോൺ ഹെറ്റ്മയർ 7 പന്തിൽ 5, അതോടൊപ്പം തന്നെ ധ്രുവ് ജുറൽ 12 പന്തിൽ 20 റൺസ് നേടിയിട്ടുണ്ടായിരുന്നു. LSGയുടെ ബോളിംഗിലേക്ക് വരികയാണെങ്കിൽ മൗസിൻ ഖാൻ 4 ഓവറിൽ 45 റൺസിന് 1 വിക്കറ്റും, അതോടൊപ്പം തന്നെ രവി ബിഷ്ണോയ് എന്നിവർ ഓരോ വിക്കറ്റ് നേടിയിട്ടുണ്ട്. നവീൻ ഉൾ ഹക്ക് 4 ഓവറിൽ 41 റൺസ് തുടങ്ങി 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. കൃണാൽ പാണ്ഡ്യയ്ക്കും ആയുഷ് ബദോനിക്ക് യശ് താക്കൂർ എന്നിവർക്ക് വിക്കറ്റൊന്നും ലഭിച്ചിട്ടില്ല. LSGയുടെ തുടക്കം വളരെ ഞെട്ടിപ്പിക്കും. നമുക്കറിയാം, സവായ് മാൻസിംഗ് സ്റ്റേഡിയത്തിൽ പിച്ചിൻ്റെ കുറിച്ചൊരു റിപ്പോർട്ട് നേരത്തെ ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ വിപരീതമായിരുന്നില്ല. ചേസ് ചെയ്യാനിറങ്ങിയ LSGയുടെ തുടക്കം വളരെയധികം പരിതാപകരമായിരുന്നു. കിൻഡൻ ഡ്യൂക്കോക്കും KL രാഹുലുമായിരുന്നു ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ ഇറങ്ങിയത്. ഡീകോക്ക് 5 പന്ത് നേരിട്ടപ്പോൾ 4 റൺസിനാണ് പുറത്തായത്. ഒപ്പം ദേവദത്ത് പടിക്കൽ 3 പന്ത് നേരിട്ട് റൺസൊന്നും എടുക്കാതെ മടങ്ങിയപ്പോൾ ക്യാപ്റ്റൻ KL രാഹുലിൻ്റെയും അവസാന ഓവറിൽ ആഞ്ഞടിച്ച നിക്കോളാസ് പൂരിൻ്റെയും വെടിക്കെട്ട് പ്രകടനമാണ് LSGയെ ഒരു മാന്യമായ ചേസിങ്ങിലേക്ക് നയിച്ചത്. 44 പന്തിൽ 4 ഫോറും 2 സിക്സും ഉൾപ്പെടെ 131 സ്ട്രൈക്ക് റേറ്റിലായിരുന്നു KL രാഹുലിൻ്റെ 58 റൺസ്. ഒപ്പം ആയുഷ് ബഡോനി 1 റൺസിന് പുറത്തായി. ദീപക് ഹൂഡ 13 ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് വന്ന താരമാണ്. 13 പന്തിൽ 26, 2 ഫോറും 2 സിക്സും നേടിയിട്ടുണ്ട്. നിക്കോളാസ് പൂരൻ KL രാഹുലിന് ഒരൊത്ത പാർട്ണർഷിപ്പ് നൽകിക്കൊണ്ട് പോയ നിക്കോളാസ് പൂരൻ 41 പന്തിൽ 4 ഫോറും 4 സിക്സും ഉൾപ്പെടെ 156 സ്ട്രൈക്ക് റേറ്റിൽ 64 റൺസ് നേടിയിട്ടുണ്ട്. അവസാന ഓവർ വരെ നീണ്ട ഒരു ആവേശ പോരാട്ടം തന്നെയായിരുന്നു. അവസാന 5 ഓവറിൽ 40 റൺസ് മാത്രമായിരുന്നു LSGക്ക് ജയിക്കാൻ വേണ്ടിയിരുന്നത്. എന്നാൽ 16ാം ഓവർ ബോൾ ചെയ്യാനെത്തിയ സന്ദീപ് ശർമ്മയുടെ മികച്ച ഇന്നിങ്സ്. ആ ഒരു ഓവറിൽ 5 റൺസ് മാത്രം വഴങ്ങിയായിരുന്നു സന്ദീപിൻ്റെ മികച്ച ബോളിംഗ് പ്രകടനം. അവസാന ഓവറിൽ 6 പന്തിൽ 28 റൺസ് മാത്രം വേണ്ടിയിരിക്കുക ആവേശ് ഖാൻ്റെ മികച്ച ഓവർ കൂടി ആയപ്പോൾ 8 റൺസ് മാത്രമായിരുന്നു 6 റൺസ് മാത്രമായിരുന്നു 6 ഓവറിൽ 26 റൺസായിരുന്നു വേണ്ടിയിരുന്നത്. അവസാന ഓവറിൽ ജയിക്കാൻ 26 റൺസ് വേണ്ടിയിരിക്കുക ആവേശ് ഖാൻ 6 റൺസ് മാത്രം വിട്ടെടുത്തൊരു മികച്ച ബോളിംഗ്, ഡെത്ത് ഓവർ ബോളിംഗ് കാഴ്ചവെച്ചിട്ടുണ്ടായിരുന്നു. 6-ാം ബോളിംഗിലേക്ക് വരികയാണെങ്കിൽ ട്രെൻറ്റ് ബോൾട്ട് 4 ഓവറിൽ 35 റൺസ് ആണെങ്കിൽ 2 വിക്കറ്റ് നേടിയിട്ടുണ്ട്. പവർ പ്ലേയിൽ അദ്ദേഹത്തിൻ്റെ ആ ഒരു വിക്കറ്റ് ടേക്കിംഗ് എബിലിറ്റി ഇന്നും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. കിൻഡൻ ഡ്യൂക്കോക്കിനും അതോടൊപ്പം തന്നെ ദേവദത്ത് പടിക്കലിനെയുമാണ് ബോൾട്ട് പുറത്താക്കിയിട്ടുള്ളത്. ആന്ദ്രെ ബർഗർ അവരുടെ പുതിയ താരമായിട്ടുള്ള ഇമ്പാക്റ്റ് പ്ലെയറായിട്ട് കളിക്കളത്തിലേക്ക് വന്ന താരം 3 ഓവറിൽ 30 റൺസ് തുടങ്ങി 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. രവിചന്ദ്രൻ അശ്വിൻ, യുസ്വേന്ദ്ര ചഹൽ, സന്ദീപ് ശർമ്മ എന്നിവർ ഓരോ വിക്കറ്റ് നേടിയിട്ടുണ്ട്. 3 ഓവർ മാത്രമാണ് സന്ദീപ് ശർമ്മ ബോളറിനത്. 22 റൺസ് തുടങ്ങി 1 വിക്കറ്റ് നേടിയിട്ടുണ്ട്. മാർക്കസ് സ്റ്റോയിനിസിൻ്റെ വളരെ ഇമ്പോർട്ടൻറ്റ് വിക്കറ്റ് തന്നെയായിരുന്നു സന്ദീപ് ശർമ്മ നേടിയെടുത്തിട്ടുള്ളത്. ഒപ്പം അവസാന ഓവറിലെ മികച്ച പ്രകടനത്തോട് ആവേശ് ഖാൻ്റെ ആ ഒരു ബോളിംഗ് പ്രകടനവും എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. സോ ബാറ്റിങ്ങിൽ തിളങ്ങിക്കൊണ്ട് ഒരിക്കൽ കൂടി ടീമിനെ വിജയത്തിലേക്ക് നയിച്ചിരിക്കുകയാണ് സഞ്ജു സാംസൺ. ഒരു മികച്ച ക്യാപ്റ്റൻസി, ഇതിലുപരി ഒരു മികച്ച ബാറ്റിംഗ് ഇന്നിങ്സും താരത്തിൽ നിന്ന് ജയ്പൂരിലെ സ്റ്റേഡിയത്തിൽ കണ്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ആദ്യ പോരാട്ടം ജയിച്ചുകൊണ്ട് രാജസ്ഥാൻ റോയൽസും അങ്ങനെ സീസണിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. രാജസ്ഥാൻ അടുത്ത മത്സരം 28-ാം തീയതി ഡൽഹി ക്യാപിറ്റൽസിനെതിരെയാണ്.